കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ടോ? ചെല്ലി അല്ല പൊടി. അയ്യോ കൃഷ്ണ, சாமி சாமி உள்ள வாங்க சாமி, சாமி உள்ள வாங்க. எருமையானவள். எருமையானவளா? இது என் பொண்டாட்டிடா. சாமி வாங்க. ருக்கு, என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ அப்படியே சொல்லாதீங்க. சரி வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். இட்ஸ் ஆல் ரைட். ஐயோ உங்களுக்கு இதானது தெரியாதண்ணா? ஒரு பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாறி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒண்ணு சாமி அப்படியே போய் அடுத்து பாங்கப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு வாரி வழங்கினான்னா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல, இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. தேங்க்ஸ். வாங்க உள்ள வாங்க, உள்ள வாங்க, உள்ள வாங்க. ஐயோ கீழே சோஃபா மேல உட்காருங்க. அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க. இது நான் சொல்றத கேளுங்களேன். சாமி நான் சாப்பாடு எடுத்துட்டு வரேன். എന്താ പേര്? കാതലൻ. അയ്യോടാ, രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കല്ലേ, പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല ചേട്ടാ, ചേട്ടൻ ദന്ത ഡോക്ടറാ? ദന്തിസ്റ്റാ? എന്താ? അല്ല ചേട്ടൻ എപ്പോഴെന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. ബിഎഫ് இருக்கா? ബീഫ് ഇടാരും കഴിക്കാറില്ല. അതല്ല ചേട്ടാ, ബിഎഫ് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு, உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? ப்ளூ வாயில கை கொடுக்கும். வெள்ளட்டு ഛർദ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. இதுக்கு முன்னாடி பாத்திருக்கியா? அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு. சாமி இந்தா குடு. நான் இதை எடுத்துட்டு வந்துடுறேன். என்ன கடவுளே, நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி. சும்மா நிக்காத, கும்பிட்டுட்டே நில்லுன்னா. എന്താ പേര്? ശാന്ത. സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16. നല്ല പ്രായം. சாமி ஸ்வீட் சாப்பிடுங்க, சாப்பிடுங்க சாமி. நல்லா இருக்கட்டும், நல்லா இருக்கட்டும். ஐயோ ஐயோ சாமி என்ன பசியா இருக்குன்னு பாரு சாந்தா. சாப்பிடுங்க சாப்பிடுங்க. ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേറണം. சாமி குருவாயிருப்பா, எங்களை மட்டும் காப்பாத்துப்பா. എനിക്ക് വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വേറെ തണ്ടികളുണ്ടോ? എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ? എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി കൊണ്ടുപോ. ഓടോ. 10 രൂപ എവിടെ കരുത തെണ്ടിയാണ് ഇവനൊക്കെ. തെണ്ടികളുടെ വില കളയാന്ന്. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൊടുക്കണ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് വാങ്ങണ്ടേ? കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കലല്ലേ, ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ, ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല. ഈ തുരുമ്പിങ്ങനെ ഓടിച്ചു നടക്കുന്ന മുതലാളിനെ സമ്മതിക്കണം. ഒരിക്കൽ ഞാൻ തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണ്ട. സ്റ്റാറ്റസിന് യോജിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും. എവിടെ കയറി പോന്നു? അകത്തേക്ക്. നീ നകത്തേക്ക് കയറണ്ട. അല്ല, ഈ 1-ാം തീയതി വെച്ച് നീ എന്താ കരുതി? 1-ാം തീയതി? ദൈവമേ, 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ഒക്കെ തന്നെ. ഈ 1-ാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. 1-ാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് പോവാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ.
നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താ ആവശ്യമൊന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ? അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ദേ, 1-ാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ? എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസലി പോവില്ല. കാശ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എണീക്കണം, എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങാൻ. പിന്നെ നിങ്ങൾ ആരാ? എന്താ എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി വരും മെനക്കെടുത്ത്. അല്ലേ, വിളിച്ചു വരുത്തിയത് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. അത് ന്യായം. ഇങ്ങോട്ട് കൊണ്ടുവാ. ഉണ്ട്. 2 രൂപയോ? താ വെച്ചോ, ദരിദ്രവാസി. വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മുതലാളി? ആയിരുന്നു ഡോക്ടറിന്റെ ഈ വഴിക്ക്? ഇവിടെ അടുത്തിന്റെ ഒരു ഫ്രണ്ടിനെ കാണാമെന്നാ. ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല. വിരോധമില്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെന്താ? ഷുവർ. കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. 777 ലക്കി നമ്പർ ആണല്ലോ. ഈ നമ്പറിലെ കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പോട്ടിന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പുകുട്ടനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എം പ്രസാദ്, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ്. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ നല്ല വെളുത്ത നിറം. വെളുത്തു നിറോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്തു തന്നെ. പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നാ. സ്വന്തം ഭർത്താവിന് അല്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യയും ശ്രമിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ചേർച്ചയുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസ് ആണെന്ന് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരൂ, ആശ്രയിക്കാം. എപ്പോ വന്നു? കുറച്ചു നേരം. എന്താ നേരത്തെ വരാഞ്ഞേ? നീ ഇവിടെ നിൽക്ക, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം? പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൂട്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞ ശരിയാ. പക്ഷെ ഇന്നത്തെ കാര്യം അവൾ മറന്നുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് 1-ാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ചുബയായിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? ഓ, അതും അവള് പറഞ്ഞോ? ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല. കാരണം ഈ റെക്കമെൻഡേഷൻ, അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാ. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലൊരു ചിരിയാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. രേണു, വെഡിങ് ഡേക്ക് ഹൗസ് വാമിങ്ങിന് വരാത്ത പരിഭവം ഇപ്പൊ തീർന്നല്ലോ അല്ലേ? വെഡിങ് ഡേക്ക് വരാതിരുന്നു ഒരു കണക്കിന് നന്നായി. ഭയങ്കര ബോർ കമ്പനി ആയിരുന്നേ അല്ലേ രേണു? നമുക്കൊരു ദിവസം ഒരുമിച്ച് കൂടാം. ഞാൻ കിട്ടുന്ന ആയിക്കോട്ടെ. ഓക്കെ, പോട്ടെ രേണു. ഹലോ, അത് ഞാനല്ല. എന്റെ ഡോക്ടറെ, ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ.
ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയറായിട്ടുള്ള ട്വിൻസാ. അല്ലേ രേണു? ട്വിൻസ് ആണല്ലേ? അതെ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. Okay. ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി എന്നാ, ബൈ. 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 പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങ ഒന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ്, എ റൊമാൻറ്റിക് ഹീറോ, മിസ്റ്റർ പ്രേം.